ഫസ്റ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയ പൈത്തൺ ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സോ നമുക്ക് നിങ്ങളുടെ ക്രോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസറിൽ പൈത്തൺ എന്ന് സെർച്ച് ചെയ്യുക. പൈത്തൺ എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് വരുന്ന ലിങ്കിനകത്ത് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അതിനകത്തുനിന്നാണ് നമ്മൾ ഈ പൈത്തണിൻ്റെ ഇൻട്രപ്റ്റും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത്. സോ ഡൗൺലോഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇത് സോഫ്റ്റ്വെയർ ആയിട്ടായിരിക്കില്ല വരുന്നത്, നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ലാംഗ്വേജ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ പൈത്തൺ ഏതാണോ പുതിയൊരു വേർഷൻ ഉള്ളത് അത് ഫസ്റ്റ് കാണിക്കും. നിങ്ങൾക്ക് പഴയ വെർഷൻസോ ഏതെങ്കിലും വേണമെങ്കിൽ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സോ ഞാനിപ്പോൾ ഇവിടെ പൈത്തണിൻ്റെ ഇപ്പോഴത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുള്ള വേർഷൻ ഡൗൺലോഡ് ചെയ്യുവാണ്. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വേറെ വേർഷൻസ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. സോ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ബാക്കി അതിനകത്ത് സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് പോയാൽ മതി. നെക്സ്റ്റ് അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും നിങ്ങളുടെ ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അനുസരിച്ച്. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യാനുള്ള IDE സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യണം. സോ പൈത്തണിൻ്റെ PyCharm എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ബ്രൗസറിനകത്ത് PyCharm സെർച്ച് ചെയ്യുമ്പോൾ ഈ ഒരു ലിങ്ക് വരും. എൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇതിനകത്ത് 2 ഓപ്ഷൻ ഉണ്ടാവും. ഇതിനകത്ത് വിൻഡോസിൻ്റെ മാക്കും ലിനക്സ് നിങ്ങളുടെ സിസ്റ്റം ഏതാണോ അതിനനുസരിച്ച് നോക്കിയിട്ട് എടുക്കുക. ഓക്കെ, ഇപ്പോൾ വിൻഡോസാണ് ഫസ്റ്റ് എടുക്കുന്നത്. അതിനകത്ത് തന്നെ പ്രൊഫഷണലുണ്ട്, കമ്മ്യൂണിറ്റി, അങ്ങനെ 2 ഓപ്ഷൻസ് ഉണ്ട്. ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോന്ന് വിൻഡോസ് മാറ്റി നോക്കി കാണാൻ പറ്റും. എൻ്റെ ഇപ്പോൾ വിൻഡോസ് ആയതുകൊണ്ട് ഞാൻ വിൻഡോസ് ചൂസ് ചെയ്യുന്നു. അതിനകത്ത് പ്രൊഫഷണൽ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പേയ്മെൻറ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. 30 ദിവസത്തേക്ക് ട്രയലായിരിക്കും. അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്കിവിടെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കമ്മ്യൂണിറ്റി വേർഷനിലുള്ളത്. അതിനകത്ത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതാണെങ്കിൽ ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ഉള്ള ഇത് യൂസ് ചെയ്യാം. കുറച്ച് പ്രീമിയർ ആയിട്ടുള്ള സംഭവങ്ങളും അങ്ങനത്തെ ഉള്ള കോഡുകളൊക്കെ നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ബേസിക്കായിട്ട് ലേൺ ചെയ്യാൻ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിലുള്ള ഫ്രീ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. സോ അത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് ബാക്കി ഇൻസ്റ്റാളിങ് പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം ചെയ്യാം. സോ നെക്സ്റ്റ് അടിച്ച് പോവുക, ഇൻസ്റ്റാൾ അടിക്കുക. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ വേരി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ ഷോർട്ട് കട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിനകത്ത് ആഡ് ചെയ്യാം. സോ ബാക്കിയെല്ലാം പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. പ്രോഗ്രാം സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വരുമ്പോൾ ഈ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ അതിനകത്ത് ന്യൂ പ്രൊജക്റ്റ് അടിക്കുക. നിങ്ങൾ ഇനി പുതിയതായിട്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടൈം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അതിന് എന്തെങ്കിലും പേര് കൊടുക്കുക. ഡിഫാൾട്ടായിട്ട് വരുന്ന PyCharm പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ വരും. നിങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റ് എന്തെങ്കിലും നെയിം വേണമെങ്കിൽ കൊടുക്കാം, ടെസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ദെൻ ലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് കുറച്ച് സ്ലോയും ചിലപ്പോൾ സ്പീഡപ്പായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് ഫസ്റ്റ് ഒരു സിമ്പിൾ പ്രൊജക്റ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും, ഹലോ PyCharm എന്ന് പറഞ്ഞാൽ. അതായിരിക്കും ഫസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് വരുന്നത്.